നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസത്തെ 2 യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങൾക്കായുള്ള ഫ്രഞ്ച് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ കിലിയൻ എംബാപ്പയെ കോച്ച് ദിദിയർ ദശാംസ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അദ്ദേഹത്തിന് പരിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല, അതുകൊണ്ട് റെസ്റ്റ് കൊടുക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നതെങ്കിൽ എംബാപ്പെ പരിക്കൊക്കെ മാറി യുവേഫ നേഷൻസ് ലീഗിൽ ലില്ലി ഒഎസിക്കെതിരെ റയൽ മാഡ്രിഡ് കളിക്കുമ്പോൾ സ്ക്വാഡിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോഴിതാ നാളെ നടക്കുന്ന മത്സരത്തിനും അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ റയൽ മാഡ്രിഡിന്റെ മത്സരം PRAയിലുമായിട്ടാണ്. നാളെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30 ഉള്ളൂ. കളി ഇന്നാണ്. ഈ മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. പക്ഷേ അതിനുശേഷം വരുന്ന ഇന്റർനാഷണൽ ബ്രേക്ക് മത്സരങ്ങൾക്ക് പരിക്ക് കാരണം വിശ്രമം. വല്ലാത്തൊരു ന്യായീകരണം തന്നെയായിപ്പോയി അത്. ഒക്ടോബർ 11 പുലർച്ചെ 12:15 ഇസ്രായേലുമായിട്ടാണ് യുവേഫ നേഷൻസ് ലീഗിൽ ഫ്രാൻസിന്റെ ഈ മാസത്തെ ആദ്യ കളി. രണ്ടാം മത്സരം ഒക്ടോബർ 15 പുലർച്ചെ 12:15 ബെൽജിയവുമായിട്ടാണ് കളി. കളികൾക്കുള്ള സ്ക്വാഡിൽ നിന്നാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിപ്പം കോച്ച് കാർലോ ആഞ്ചലോട്ടിയോട് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ മറുപടി കിലിയൻ എംബാപ്പെ ഫ്രഞ്ച് ടീമിൽ ഇല്ലാത്തത് അദ്ദേഹത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോഴും 100% ഫിറ്റ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദശാംസ് അദ്ദേഹത്തെ വിളിക്കണ്ട എന്ന് തീരുമാനിച്ച്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു വിശദീകരണം. ഏതായാലും ആഞ്ചലോട്ടിയും ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. എന്നാൽ ആഞ്ചലോട്ടി തൻ്റെ ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തെ വീണ്ടും സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VRAയിലുമായിട്ടുള്ള മത്സരത്തിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന റയലിന്റെ സ്ക്വാഡ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ലൂനിൻ, ഫ്രാൻ ഗോൺസാലസ്, സെർജിയോ മെസ്ട്രെ. ഡിഫൻഡർമാരായിട്ട് കർവാഹൽ, മിലിറ്റാവോ, ലൂക്കാസ് വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, റൂഡിഗർ, ഫെർലാൻ മെൻഡി, ജാക്കോബോ എന്നിവരാണ്. പിന്നെ മധ്യനിരയിലേക്കുള്ളത് ബെല്ലിംഗാം, കമവിംഗ, വാൽവർദെ, മോഡ്രിച്ച്, ഷുവാമനി, ആർദ ഗുലർ, സെബയോസ്. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ, എംബാപ്പെ, റോഡ്രിഗോ, എൻട്രിക് എന്നിവരുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.